ലച്ചു മൊബൈലിൽ കുത്തിയിരിക്കാരം. ലച്ചു എന്തമ്മേ, എന്റെ ചെവി അടിച്ചു പോയി. എന്നിട്ട് ഈ വിളി കേട്ടോ ഇല്ലല്ലോ. എത്ര വിളിച്ചാലും അങ്ങോട്ട് കേൾക്കൂലല്ലോ. 24 മണിക്കൂർ ഫോണിന്റെ മുന്നിലാ. അമ്മ എന്തിനാ വിളിച്ചേ അത് പറ. നീ മക്കളെ ബുക്കൊക്കെ ഒന്ന് പൊതിഞ്ഞു കൊടുത്താ. ബുക്കോ? ഞാനോ? എനിക്കൊന്നും വയ്യ. അതെന്താ നിനക്ക് വയ്യാത്തെ? എനിക്കാവൂല. എന്നാ മോള് ചെയ്യണ്ട. താങ്ക് യു അമ്മേ. അല്ല മോള് എങ്ങോട്ടാ പോകുന്നേ? അപ്പൊ അമ്മയല്ലേ ചെയ്യണ്ട പറഞ്ഞേ? മുഴുവനും പറയാൻ നിന്നോ ഈ? മോള് പോയിട്ടേ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിവിട്. ഞാനോ? നീ തന്നെ. ഞാനിത് പൊതിയുമ്പോത്തിന് ടൈം ഒരുപാടാവും. മക്കൾക്ക് വിശക്കും, വേഗം ഉണ്ടാക്കിവിട്. പിന്നൊരു കാര്യം, നീ അമ്മ ക്ലീൻ ചെയ്ത് വെച്ചിട്ടോ ഫ്രിഡ്ജില്. അമ്മ എനിക്കൊന്നും വയ്യ. എന്ത് വയ്യാന്ന്? എന്നാ അത് പൊതിഞ്ഞു കൊടുക്ക്. ഏതാ വേണ്ടത് നീ തന്നെ തീരുമാനിച്ചോ. അമ്മ പോയി ചോറുണ്ടാക്കിയോളി. അവരെ ബുക്ക് ഞാൻ പൊതിയാ. ശരി, നല്ല വൃത്തിക്ക് പൊതിഞ്ഞേക്കണേ. ശരി. ഫസ്റ്റ് എന്റെ ബുക്ക്. അമ്മയുടെ പ്ലീസ് ഫസ്റ്റ് എന്റെ ബുക്ക്. അതൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം എനിക്ക് കളിക്കാൻ പോവാന്. ഞാനല്ലേ ഫസ്റ്റ് പറഞ്ഞേ? അതിനെന്താ? ഒന്നും മിണ്ടാക്കുന്നുണ്ടോ? ഞാൻ അത് പൊതിയണമെങ്കിൽ മര്യാദക്ക് രണ്ടും മിണ്ടാന്നോളി. എന്റെ ഫോൺ അടിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ വരാവേ. ഞങ്ങൾ കേട്ടില്ലല്ലോ. നിങ്ങളെ ബഹളം കൊണ്ട് എങ്ങനെ കേൾക്കാനാ? ഞാൻ ഇപ്പൊ വരാം. ലച്ചു ചേച്ചി മുങ്ങിയേട്ടാ. അമ്മ വരട്ടെ. ഹായ് ബാർബീനെ സ്ലീപ്പ്. അതെടുക്കല്ലേ. അതെന്താ? അതെന്റെയാ? ഇതെനിക്ക് വേണം. അമ്മയുടെ ബ്ലൗസ് ഇപ്പൊ തന്നതന്നെ. നിന്നോട് വാങ്ങുമ്പോ ചോദിച്ചതല്ലേ. അപ്പൊ നീയൊക്കെ ഫ്ലവേഴ്സ് മതി പറഞ്ഞിട്ടല്ലേ. ഇപ്പൊ എനിക്ക് വേണം. തരൂല. ഇങ്ങോട്ട് താ. ഇല്ല. ദേ പാറു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അതിന് എനിക്കെന്താ? മര്യാദ നിന്നോട് തരാനാ പറഞ്ഞേ. ഇല്ല ഇല്ല ഇല്ല. മോള് തരണ്ട, ഞാൻ എടുത്തോളാം. മോൾ അടവൊന്നും നടക്കൂലട്ടോ. കരഞ്ഞാ ഞാൻ തരുന്ന നിന്റെ വിചാരം? നല്ലോണം കരഞ്ഞിക്കോ. എനിക്കൊരു കുഴപ്പമില്ല. ഞാനൊന്ന് മാറിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും തുടങ്ങിയോ? ദേവു, അത് അവക്ക് കൊടുത്താ? ഞാനൊന്നും കൊടുക്കൂല. ഏതെന്റെതാ? അമ്മ അവളോട് ചോദിച്ചപ്പോ അവക്ക് ഫ്ലവേഴ്സ് മതി എന്ന് പറഞ്ഞിട്ടല്ലേ. ഓക്കെ എടുത്തിടായിരുന്നോ ബാർബി? ഇത് ഞാൻ കൊടുക്കൂല. എനിക്കത് വേണം. ദേ പാറു, വെറുതെ വാങ്ങിക്കാൻ നിക്കണ്ട. ഞാൻ നിന്നോട് ഷോപ്പൊന്നും ചോദിച്ചതല്ലേ ഏതാ വേണ്ടെന്ന്. അല്ല ലച്ചിയുടെ ചേച്ചി പോയി. എങ്ങോട്ട്? ഫോണ് വന്നെന്ന് പറഞ്ഞു പോയി. അവക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം ഏൽപ്പിച്ചാ ചെയ്യാൻ വയ്യോക്ക്. കരയണ്ട, അമ്മ 2 വാങ്ങിയിട്ടുണ്ട്. വാങ്ങിയിട്ടുണ്ട്. വീട്ടിലെത്തിയാൽ അത് വേണ്ടി വരുന്ന എനിക്കറിയായിരുന്നു. അമ്മ അലമാര എടുത്ത് വെച്ചിട്ടുണ്ട്. തരാട്ടോ. ഈ മക്കൾ തല്ലുകൂടാതെ കീറ്റോ. അമ്മ ഇപ്പൊ വരാവേ. ലച്ചേച്ചി, ഇങ്ങനൊന്നും വിളിച്ചാൽ ചേച്ചി എണീക്കില്ല. ഞാൻ വിളിക്കാം. ചേച്ചി, ചേച്ചി, എണീക്ക്. രാവിലെ തന്നെ മനുഷ്യനെ സൂയിപ്പാക്കി ഇറങ്ങിന് കണ്ടു. നിങ്ങൾക്ക് എന്താ വേണ്ടേ? അതൊക്കെ ഉണ്ട്. ചേച്ചി വാ. ആദ്യം നിങ്ങൾ കാര്യം പറ. അതൊക്കെ ഞങ്ങൾ പറയാ. ചേച്ചി വാ. ഇല്ല, കാര്യം പറയാതെ ഞാൻ ഇവിടുന്ന് വരൂല. പ്ലാൻ എല്ലാം പൊളിയും. എന്ത് പ്ലാന്? അതൊക്കെ ഉണ്ട്. അതല്ലേ ചേച്ചിയോട് ഞങ്ങൾ വരാൻ പറഞ്ഞേ. നിങ്ങൾ കാര്യം എന്താന്ന് തെളിയിച്ച് പറ. അത് പിന്നെ ചേച്ചി, ഇന്ന് അച്ഛന്റെ പിറന്നാളാ. നമുക്ക് സർപ്രൈസ് ഒരുക്കണ്ടേ? ഒരു പാറ ഒന്ന് പതുക്കെ പറ. ഇതിനേക്കാൾ നല്ലത് നീ സ്പീക്കർ എടുക്കായിരുന്നു. എല്ലാരും കേട്ട് കാണോ? കേട്ടിട്ടൊന്നും ഉണ്ടാവില്ല തോന്നുന്നു. ഞാനും ഡേറ്റ് മറന്നു പോയിരുന്നേ. ആരാ നിങ്ങളോട് പറഞ്ഞേ? അമ്മ വിഷ് ചെയ്യുന്നത് കേട്ടതാ. നമുക്ക് കേക്ക് വാങ്ങണ്ടേ? പിന്നല്ലാതെ. അല്ല, നന്ദൂട്ടനെവിടെ? നന്ദൂട്ടനോട് ഇപ്പൊ പറയണ്ട. പറഞ്ഞ എല്ലാം കൊളാക്കും. അത് ശരിയാ. അവനോട് ഇപ്പൊ പറയണ്ട. എന്നാ ഞാൻ കേക്ക് ഓർഡർ ചെയ്യട്ടോ? വലിയ കേക്ക് വേണേ. വലിയ കേക്ക് വാങ്ങാനുള്ള ക്യാഷ് ചേച്ചിന്റെ അടുത്തില്ല. പിന്നെ നമുക്ക് അച്ഛൻ എന്തെങ്കിലും ഗിഫ്റ്റും കൊടുക്കണ്ടേ? ചേച്ചി വിഷമിക്കണ്ട, നമുക്ക് ചെറിയ കേക്ക് മതി. അല്ല, ഇന്ന് രണ്ടാളും കളിക്കാനൊന്നും പോവില്ലേ? കളിക്കാൻ പോയ എല്ലാ പ്ലാനും പൊളിയില്ലേ? എന്ത് പ്ലാന്? ഒന്നുമില്ല. ഇപ്പൊ വെയിലല്ലേ, അതുകൊണ്ട് കളിക്കാൻ പോകുന്നില്ല. വെയിലോ? 5 മണിയായില്ലേ? അയ്യോ പെട്ട്. അത് പിന്നെ അമ്മേ പറഞ്ഞപ്പോ മാറിപ്പോയതാ. ശരി ശരി. അല്ല ലച്ചിയുടെ ചേച്ചി പഠിക്കേ അമ്മേ? പഠിക്കേ? അതും അവളോ? അതെ അമ്മേ, ലച്ചി ചേച്ചിക്ക് കുറെ എഴുതാനും പഠിക്കാനും ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ആരും ചെല്ലണ്ട പറഞ്ഞിട്ടുണ്ട്. അതാ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നേ. എന്ത് പറ്റിയാവോ? രക്ഷപ്പെട്ട്. നീ ഇത് കൊളാക്കിയേനെ. സോറി ജി. പോട്ടെ. അല്ല ചേച്ചി എന്തിനാ ലച്ചി ചേച്ചി പഠിക്കാന്ന് പറഞ്ഞേ? പിന്നെന്താ പറയാ? ചേച്ചി അവിടെ റൂം സെറ്റ് ചെയ്യല്ലേ. അങ്ങോട്ട് ആരും പോകാൻ പറ്റൂല. അവരത് കണ്ട എല്ലാ പ്ലാനും പൊളിയും. പിന്നെ പഠിക്കാന്ന് പറയുമ്പോ പ്രത്യേകിച്ച് അമ്മ വിളിക്കാനും പോവൂല. അതാ അങ്ങനെ പറഞ്ഞേ. അമ്മ വിശ്വസിച്ചോ ലച്ചി ചേച്ചി എന്നെ പഠിക്കണപ്പോ? അല്ലേച്ചി, ഇനി നമുക്ക് കളിക്കാൻ പോയാലോ? നമ്മളോണ്ട് ഇവിടെ ഇരിക്കാനല്ലേ പറഞ്ഞത്? ഫ്രിഡ്ജിലെ കേക്ക് ആരും കാണരുത്. ആരെങ്കിലും അത് തുറന്നാലോ? ഇനി തുറക്കാനാ? പറയാൻ പറ്റില്ല. ഏതായാലും ഇനി കുറച്ച് ടൈം കൂടെ അല്ലേ ഉള്ളൂ. ഇവിടെ ഇരിക്കുക. എത്ര നേരായി ചേച്ചി? റൂമൂടെ സെറ്റ് ചെയ്തൊക്കെ ഓക്കെ ആയി. അമ്മേ,
ഓ ദാഹിക്കുന്നേ. ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിട്ടുണ്ടാവും എന്തോ. അയ്യോ അവനിപ്പോ അത് തുറക്കും. ഡാ എന്താ മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ക്രിക്കറ്റ് കളിക്കാൻ പോയി നീ. കണ്ടിട്ട് എന്താ തോന്നുന്നേ? കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. അയ്യോ അവനിപ്പോ അത് തുറക്കും. എന്താ ചെയ്യാ? ഡാ എന്താ നിനക്കെന്താ വേണ്ടേ? ഓ എനിക്ക് വേണ്ടത് തമ്പുരാട്ടി ഉണ്ടാക്കി തരുമോ? അതല്ല നീ എന്താ നോക്കുന്നേന്നാ ചോദിച്ചേ. അതെന്തിനാ നീ അറിയുന്നേ? അല്ല വെള്ളം വേണമെങ്കിൽ ഞാൻ ജ്യൂസ് ഉണ്ടാക്കി തരാം. സത്യമായിട്ടും? ആ നിന്റെ മേല് ഫുള്ള് ചെളിയാ. നീ പോയി മേല് കഴുകി വാ. അപ്പോഴേക്കും ഞാൻ ഉണ്ടാക്കി വെക്കാം. ശരി. പിന്നെ പഞ്ചസാര കുറച്ച് കൂടുതൽ ഇട്ടോണ്ടി. അതൊക്കെ ഞാൻ ഇട്ടോളാം. ചേച്ചിന്റെ ഐഡിയ കൊള്ളാം. പിന്നല്ല. ഏതായാലും ചേച്ചി വേഗം ജ്യൂസ് ഉണ്ടാക്കി വെച്ചോ. അല്ലെങ്കിൽ നന്ദൂട്ടൻ വന്ന് ഇപ്പൊ ഫ്രിഡ്ജ് തുറക്കും. ഓ ഇനിയിപ്പോ അതുണ്ടാക്കണല്ലോ. ചേച്ചി ഞാൻ മേക്കപ്പ് ചെയ്തേ? വേണ്ട, എന്റെ ഫേസിൽ നീ കോളാക്കാനല്ലേ. ഇല്ല ചേച്ചി നേരെ ചെയ്തു തരാം. വേണ്ട പാറു. ദേവു എന്തേച്ചി ഫ്രിഡ്ജിൽ കേക്ക് കാണുന്നില്ലല്ലോ. കാണുന്നില്ലാന്നോ? പിന്നെ അതെവിടെ പോയി? ആ എനിക്കറിയില്ല. നിങ്ങളല്ലേ അവിടെ ഉണ്ടായിരുന്നേ. പിന്നെ ആരത് എടുത്ത്? നീ വാ നമുക്ക് നോക്കാം. ആ ഇത് മുഴുവനും തിന്ന് കഴിക്കാം. ഡാ ഫ്രിഡ്ജിൽ വെച്ചിന് കേക്ക് നിന്നോട് ആരെടുക്കാൻ പറഞ്ഞേ? അത് മര്യാദക്ക് കേക്ക് തന്നോ? ഇല്ല ഇത് എനിക്കാ. നമ്മുടെ പുളുസു ഇപ്പൊ കിട്ടിയെന്നേ. ചേച്ചി കേക്ക് കള്ളം ഇവിടെ ഇരിപ്പുണ്ട്. ഡാ ആ കേക്ക് ഇങ്ങോട്ട് തന്നാ. ഇല്ല ഞാൻ തരൂല. ഇത് എനിക്ക് വേണം. ഡാ വേഗം ഇങ്ങോട്ട് തന്നോ. ഇല്ല ഇത് മുഴുവനും ഞാൻ കഴിക്കും. ദേ നന്ദൂട്ടാ എന്നെ ദേഷ്യം പിടിപ്പിക്കരുതേ. മര്യാദക്ക് ആ കേക്ക് ഇങ്ങോട്ട് താ. ഞാൻ തരൂല. ആഹാ അത്രക്കായോ? ചേച്ചി വിട്. ഇത് ഞാൻ വാങ്ങിച്ച കേക്കാ. അമ്മേ അമ്മേ എന്താ ഇവിടെ എന്നും സ്കൂൾ ഉണ്ടാവാനല്ലേ? അല്ല ഇതെവിടുന്നാ കേക്ക്? അമ്മേ ഇത് അച്ഛന്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ സർപ്രൈസ് കൊടുക്കാൻ വാങ്ങിയതാ. ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അവൻ എടുത്തു കൊണ്ടുവന്നതാ. നന്ദു ആ കേക്ക് കൊടുത്താ? ഇല്ല എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ നിൽക്കണ്ടോ നീ. ഹായ് നല്ല ഭംഗിയുണ്ടല്ലോ. അല്ല ഇതെങ്ങനെ വാങ്ങിയേ? അതമ്മേ ഓർഡർ ചെയ്തതാ. ആ വെറുതല്ല. പാറവും ദേവും കളിക്കാൻ പോവാതെ അടുക്കളയിൽ തന്നെ ഇരുന്നതിന്റെ കാര്യം ഇപ്പോഴല്ലേ മനസ്സിലായേ? അറിയമ്മേ ആര് കാണണ്ട വിചാരിച്ചാ. ഫ്രിഡ്ജ് ആരെങ്കിലും തുറന്നാലോ? അല്ല അമ്മനോട് എന്താ പറയാഞ്ഞേ? അമ്മയോട് പറഞ്ഞേ അഥവാ അച്ഛനോടൊക്കെ പറഞ്ഞാലോ അമ്മ? ശരി ശരി.